അപ്പോൾ ഇന്നലെ നമ്മുടെ ഷാലുപ്പയാണ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്, കണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് എന്താണ് പറയുന്നത്, ഈ ബിബി എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ റൂബിൻ പറഞ്ഞതായിട്ട് പറഞ്ഞ് ഒരു മാപ്പപേക്ഷയൊക്കെ കൊടുത്തതായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ദീർഘമായൊരു വീഡിയോ ആയി. അപ്പം അത് കണ്ടു കഴിഞ്ഞ സത്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഇതൊക്കെ സത്യം എപ്പോഴായാലും തെളിയുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ചില ഇരട്ടത്താപ്പുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ റൂബിനുമായിട്ടുള്ള വിഷയങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കും. വേറെ ഏത് വിഷയത്തേക്കാൾ കൂടുതൽ ഡോക്ടർ റൂബിനുമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴൊക്കെ തോന്നുന്നു പല കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ വളരെ സ്നേഹമായിട്ടിരുന്നതും വീഡിയോ ഒക്കെ ആയിട്ട് ഡോക്ടർ റൂബിനും ഈ നമ്മുടെ ഷാലുപ്പയാടും തമ്മിൽ ഉടക്കാണെന്നൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സമയത്താണ് ഈ ഷാലുപ്പയാടും ഡോക്ടർ റൂബിനും ഇത് എന്നാൽ താൻ കേസ് കൂടെ എന്ന പടത്തിൻ്റെ ഇതിനകത്ത് ഡോക്ടർ റൂബിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ റൂബിൻ തിളങ്ങിയൊരു ദിവസമായിരുന്നു. ബോബൻ കുഞ്ചാക്കോയും മഞ്ജു വാര്യരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അന്ന് ഷാലുപ്പയാട് ഡോക്ടർ റൂബിൻ ഷാലുപ്പയാട് ട്രോഫി മേടിച്ചതിന് ശേഷം അന്ന് മികച്ച ഒരു ട്രോഫി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഡോക്ടർ റൂബിനെ കാണുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, അവർ തമ്മിൽ ഉടക്കിലാണ്, അവർ തമ്മിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞപ്പം അവർ കെട്ടിപ്പിടിച്ചു. അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഇതിനിടയിൽ പലരും കളിച്ച് കാണാം അല്ലേ. അപ്പം ഡോക്ടറും പറയുന്നുണ്ട്, ഷാലുപ്പയാടും പറയുന്നത് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതിനിടയ്ക്ക് നിന്ന് ചിലർ കളിച്ചു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത് നമ്മൾ മാറ്റിവെക്കാം. ഇപ്പം ഏത് കേസായാലും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പലരുമായിട്ട് ശത്രുതയുണ്ടാകും അല്ലേ. ശത്രുതയുണ്ടായി നിസ്സാര സംഭവത്തിനായിരിക്കും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അതിന് ശേഷം ആ വ്യക്തിയുടെ കൂട്ടുകാർ നമ്മളോട് വന്ന് പറഞ്ഞ് ഇവൻ നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു, അവനോടും ചെന്ന് ഇതുപോലെ തന്നെ പറയും. അങ്ങനെയുള്ളവരെ കഴിയുന്നതും നമ്മൾ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുമായി പറ്റി നമ്മളൊരു പ്രശ്നമുണ്ടെങ്കിൽ അയാളുമായിട്ട് പറഞ്ഞു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പേഴ്സണൽ ടോക്കിൽ നമ്മൾ പലരെ പറ്റി പലതും പറയും അല്ലേ. അതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന സാധനം അപ്പുറത്ത് കൊണ്ട് കൊടുക്കാനും അപ്പുറത്ത് കിട്ടുന്ന സാധനം ഇവിടെ കൊണ്ട് കൊടുക്കാനും ഒക്കെ ഒരാളുണ്ടെങ്കിൽ അത് വളരെ വേഗം സ്മൂത്തായിട്ടില്ല, ഫിജോ പറഞ്ഞ പോലെ കാട്ടുതീയായിട്ട് വളരെ വേഗം പടരുകയും ചെയ്യും. അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് കണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കണ്ടന്റ് വേണം. ആ കണ്ടന്റിന് വേണ്ടി ഇവർ ചിലവരെ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടും. ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിലെ 100 ദിവസം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സംബന്ധമായ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും ഭൂരിപക്ഷവും. അതിനുശേഷം വരുന്ന വ്യക്തികളെ പറ്റി കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് 100-150 ദിവസമൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും. അതിന് ശേഷമാണ് പിന്നെ ബാക്കി ദിവസങ്ങൾ വീണ്ടും ഉണ്ടല്ലോ. അപ്പം കണ്ടന്റിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലവർ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, ചിലവർ അറിയാതെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഫോണ് ചോർത്തലുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ നമ്മളെ ചർച്ച ചെയ്ത് വേറൊരു വിഷയമായിരുന്നു മുതുകാടിൻ്റെ വിഷയം. അത് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അങ്ങനെയൊക്കെ അതുപോലെ നമ്മുടെ സായി ഉണ്ണിമൂന്തൻ വിഷയം, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഉണ്ടാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ സീക്രട്ട് സായിയുടെ 2 ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ ജാസ്മിൻ ജാഫറുമായിട്ട് ബന്ധപ്പെട്ട ജാസ്മിന് വാപ്പയുമായിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, ഇന്നലെ ഷാലുപ്പയാടുമായിട്ട് വിളിച്ച് സംസാരിച്ചത് ഡോക്ടർ റൂബിൻ ഇട്ടിരുന്ന വീഡിയോയും നമ്മുടെ സീക്രട്ട് ആണ് വിളിച്ച് സംസാരിക്കുന്നത്. സീക്രട്ട് ഷാലുപ്പയാടും ഒക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയാം. സീക്രട്ട് മാത്രമല്ല കേട്ടോ, വേറെ പലരും ഉണ്ട്.
നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന മുടിചൂടാൻ മന്നനായ പലരുമായിട്ടും ഫായി പെയ്യാളായാലും ആരവായാലും വിവി ആയാലും പിന്നെ ആരാ അങ്ങനെ പലരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇവരെല്ലാവരുമായിട്ടൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. അപ്പം അതിനകത്ത് 2 വീഡിയോക്കകത്ത് ഞാൻ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫീക്കട്ടേൻ്റ് പറയുന്നുണ്ട്, വിവി എന്ന് പറയുന്ന ഫീക്കട്ടേൻ്റ് നമ്മുടെ ബിഗ് ബോസിൽ പോകാൻ നേരത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ്, കടുത്ത കക്ഷികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വിവിയും ഉണ്ടായിരുന്നു. വിവി ഒരേ സമയം നമ്മുടെ ജാസ്മിൻ്റെ PR ആയിട്ടും ജാസ്മിൻ്റെ അക്കൗണ്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് വിവി ആയിരുന്നു. ആ സമയത്ത് തന്നെ സീക്രട്ടേറിയറ്റിൻ്റെ ഗ്രൂപ്പിലും വിവി അംഗമായിരുന്നു. അപ്പോൾ അന്ന് സീക്രട്ടേറിയറ്റിനോട് പലരും പറഞ്ഞത്രയും, നമുക്കറിയില്ല, പറഞ്ഞത്രയും വിവിയെ ഉൾപ്പെടുത്തരുത്, വിവി ചതിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് കൂട്ടാക്കാതാണ് എൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രണ്ട് എന്ന നിലയിലാണ് ഞാൻ അവനെ ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഇനി ഇവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കുറ്റി അടിച്ച് പൊട്ടിക്കും. അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്തോന്നും നമുക്കറിയില്ല. ചിലപ്പം ദേഷ്യത്തിന് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അതുപോലെ അവൻ എന്നെ ചതിച്ചതാണ്, എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ പലരോടും എന്നെപ്പറ്റി ആവാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പോകുന്നു പല വീഡിയോ. എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിട്ട് സീക്രട്ടേറിയറ്റ് എടുക്കുന്ന വീഡിയോ എല്ലാം തന്നെ വിവി എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നോക്കിയാണ് ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. അപ്പം വിവിയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള തന്ത്രം ആ വീഡിയോകളിലെല്ലാം തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം സീക്രട്ടേറിയറ്റ് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം, ഡോക്ടർ റോബിനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് എന്നെനിക്ക് തോന്നി. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. അത് ഡോക്ടർ റോബിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇവർക്ക് ഏതോ വേറെ ഉദ്ദേശങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് പയ്യെ മടങ്ങിലാക്കാം. സീക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ബിഗ് ബോസിൽ പോയപ്പോൾ ഒരു തികഞ്ഞ പരാജയമായി പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം അദ്ദേഹത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ ചിരിക്കാൻ വരുന്നു. അങ്ങനെയൊക്കെയുള്ള പല കമൻറ്റുകൾ. ഞാൻ അന്നേരം അവരോട് എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ്, ഈ വീഡിയോ കണ്ട് ചിരിക്കാൻ വരുന്നെങ്കിൽ പിന്നെ എന്തിനു പോയി വീഡിയോ കാണണം അല്ലേ? അദ്ദേഹം വീഡിയോ ചെയ്തിട്ട് അയാളുടെ വീഡിയോ ഇഷ്ടമുള്ളവർ കാണട്ടെ, അല്ലാത്തവർ കാണണ്ട. അത് അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ ഇടയിലെന്ന് പറഞ്ഞു പോയതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തിൽ സീക്രട്ടേറിയറ്റ് ഇന്നലത്തെ വീഡിയോയ്ക്കൊന്നും പറയുന്നുണ്ട്, വിവിയുമായിട്ട് വളരെ സ്നേഹമായിരുന്നു, വിവിയുമായിട്ട് വളരെ ബന്ധമുണ്ട്, ആരെ വിളിക്കാറുണ്ടായിരുന്നു, വിവി വിളിക്കാറുണ്ട്, അങ്ങനെ പലരും ഷാരിപ്പയാരിനെ വിളിക്കാറുണ്ടായിരുന്നു, അങ്ങനെ പലരുമായിട്ട് സീക്രട്ടേറിയറ്റ് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന 1 കൊല്ലം മുമ്പാണ് ഡോക്ടർ റോബിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ സീക്രട്ടേറിയറ്റിന് വ്യക്തമായി അറിയാം എന്ന് ആ വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകാം. പിന്നെ ഡോക്ടർ റോബിനല്ലേ, ഡോക്ടർ റോബിന് അങ്ങനെ അത്ര വിലഫണ്ട. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാമെങ്കിലും ഞാൻ അത് തീർപ്പാക്കണ്ട, അതങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം സീക്രട്ടേറിയറ്റ് നിന്നത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തനിക്കൊരു പണി വന്നു കഴിഞ്ഞപ്പം പാമ്പ് തിരിഞ്ഞു കുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അത് സീക്രട്ടേറിയറ്റ് ഇടപെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നതായിട്ട് ഞാൻ കണ്ടു. ഇതുപോലെ ഭാര്യ സ്നേഹ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പം കേൾക്കുന്നതാണ്. പലപ്പോഴും നമുക്ക് വരാറുണ്ട് ഈ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അറ്റാക്കിന് സമാനമായ ചില ഇതുണ്ട്. പക്ഷേ അറ്റാക്കാണോ അല്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു പാനിക് അറ്റാക്ക് എന്ന് കേൾക്കുന്നത് കേട്ടോ. ഇത് ഞാൻ സ്ഥിരമായിട്ടിപ്പം ഈ ബിഗ് ബോസിലൊക്കെ നമ്മുടെ ഗബ്രിയൊക്കെ പറയുന്നതൊക്കെ എനിക്ക് 10-13 പ്രാവശ്യം ഉണ്ടായി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു വല്ലായ്മ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നാട്ടുഭാഷ പറഞ്ഞൊരു വല്ലായ്മ ഉണ്ടാകും. അപ്പം കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കും, ചിലപ്പോൾ ഷുഗർ കുറയ്ക്കാം, BP കുറയാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അതിനാണ് ഇപ്പം ഓമന പേരിട്ട് വിളിക്കുന്ന പാനിക് അറ്റാക്ക്. അപ്പോൾ സ്നേഹയ്ക്ക് ബിഗ് ബോസിലെ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പം ഒരു പാനിക് അറ്റാക്ക് പോലെ ഉണ്ടായി എന്നൊക്കെ നമ്മുടെ സീക്രട്ടേറിയറ്റ് അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് വിവിയെ തകർക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ വിവിയാണ്. നമ്മുടെ ജാസ്മിൻ ജാഫറുടെ ഫോൺ, ജാസ്മിൻ ജാഫറുടെ വാപ്പയുടെ ഫോൺ, അത് വിവിയുടെ ഫോണിൽ നിന്നാണെന്ന് തോന്നുന്നു വിളിച്ചത്. അങ്ങനെ റെക്കോർഡ് ചെയ്തു, മറുവശത്ത് നിന്ന് റെക്കോർഡ് ചെയ്തു.
ദിയയൊക്കെ ഉണ്ട്, ദിയ ചേച്ചി ഒക്കെ ഉണ്ടെന്നൊക്കെ സായി പറയുന്നത് കേട്ടു. ദിയ ഫാനെ ആകാം. അപ്പം നമ്മൾ പോകുന്ന റൂട്ടൊന്ന് നോക്കിയോ, ദിയ ഫാന, ദിവി, ആരവ്, ഷാലുപ്പയാണ്, അതുപോലെ അങ്ങനെ പലരുമായിട്ടും ഫീക്കട്ടായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം വിവി ഒരു വീഡിയോക്കകത്ത് പറഞ്ഞത്രയും ഇതുപോലെ ഡോക്ടർ റോബിനെ പറ്റിയും ആരതിപ്പൊടിയെ പറ്റിയൊക്കെ ഇയാൾ പറഞ്ഞത് എനിക്കറിയാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഫീക്കട്ടേൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഫീക്കട്ടേൻ്റെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണൽ ടോക്കിൽ ഡോക്ടർ റോബിനെ പറ്റി ആരതിപ്പൊടിയെ പറ്റിയൊക്കെ പലതും പറഞ്ഞ് കാണാം. അത് ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ അവർ ഫ്രണ്ട്സ് ആണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പം ഇവരെ പറ്റിയൊക്കെ പലതും പറഞ്ഞു കാണാം. അതൊക്കെ ചിലപ്പം വീഡിയോ കാണും, ഓഡിയോ കാണും, അതൊക്കെ ചിലപ്പം പുറത്തു വിടാം ഇല്ലേ. അതിനൊരു മറുമരുന്നായിട്ടാണ് ഫീക്കട്ടൈൻഡ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കാണാം. അതൊക്കെ അന്നേരത്തെ വിഷയത്തിൽ പറഞ്ഞു. ഇനി നീ അത് നീ ഇട്ടാലും എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം കെട്ടേണ്ടിടത്തെല്ലാം കെട്ടി കഴിഞ്ഞു ഫീക്കട്ടൈൻഡ് എന്നുള്ളത് ഫീക്കട്ടൈൻഡ് നന്നായിട്ട് അറിയും. അതാണ് ഞാൻ പറഞ്ഞത്. ഫീക്കട്ടൈൻഡ് പറഞ്ഞതായിട്ടും വ്യൂ പറഞ്ഞതായിട്ടും ഒക്കെ ഒത്തിരി ഓഡിയോകളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതൊന്നും കേട്ട് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവരൊന്നും ഞെട്ടേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഏതായാലും ഒരു കലശം നടക്കുകയാണ്. കലശം എവിടം വരെ ആരൊക്കെ അത് വീഴും, ആരൊക്കെ കൊള്ളും എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പം ഇതിനകത്ത് ഞാൻ ഇന്നലെ ചോദിച്ചതിന് മറുപടി ഈ വീഡിയോക്കകത്തെല്ലാം ഉണ്ട് എന്നത്. സ്വന്തം ഭാര്യയ്ക്ക് പാനിക്കറ്റൊക്കെ പോലെ ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോൾ അത് സായിക്ക് കൊണ്ടു. സായി കൊല്ലങ്ങളായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അറ്റാക്ക് ചെയ്തപ്പം സായിക്ക് ആ വിഷമം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ഇപ്പം നമുക്ക് പറഞ്ഞു വന്നപ്പം എല്ലാവരും ഡോക്ടർ റോബിനെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം സായിയുടെ ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിനും അതും ഖാദർ പരിപ്പൊടി അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ട് ഇതിനകത്ത്. അപ്പം ഖാദർ പരിപ്പൊടിയുടെ ആദ്യകാലത്തെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഇതായിരുന്നു ഡോക്ടർ റോബിന്. അപ്പം ഡോക്ടർ റോബിന് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. അവർക്കൊന്നും പാനിക് അറ്റാക്ക് വരത്തില്ല. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഈ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ചേരാം. നമ്മുടെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. സായിയുടെ വീട്ടിലെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, മാനസിക സമ്മർദ്ദം ഉണ്ടായി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സായിക്കത് കൊണ്ടു. പക്ഷേ ഡോക്ടർ റോബിനെ നിരന്തരമായിട്ടിങ്ങനെ ഡീഗ്രേഡ് ചെയ്തപ്പം പുള്ളിക്കും ഒരു ജീവിതമുണ്ട്, പുള്ളിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു കുടുംബം ഉണ്ടെന്നൊന്നും ചിന്തിച്ചില്ല. ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. കാര്യം ഞാനെന്താ പറഞ്ഞത്, ഓരോത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാമ എന്ന് ശ്രീനിവാസൻ്റെ അടുത്ത് ശ്രീനിവാസൻ മോഹൻലാലിന് പറയുന്നത് ഇതല്ലേ. അതെ, അപ്പം അതിൻ്റേതായ സമയമുണ്ട്. അപ്പം ആ സമയമാണിത് എന്നെനിക്ക് തോന്നുന്നു. അപ്പം പല വീഡിയോകളും ഞാൻ ഫീക്കട്ടൈനെ പറ്റി പല വീഡിയോ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടം ഫീക്കട്ടൈൻ്റെ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പറയണം, ഗൗരവമായ കാര്യങ്ങളൊക്കെ പറയണം. പക്ഷെ അത് ചില സമയത്ത് പലർക്കും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ, ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും അവർക്ക് നമ്മൾ പറയാനുള്ള കാരണം പറയണം, പക്ഷേ അവർക്ക് വലിയ വിഷമം ഉണ്ടാകാത്ത രീതിയിൽ പറയണം എന്നുള്ള ഒരു താല്പര്യക്കാരനാണ് ഞാൻ. അപ്പം ഈ വീഡിയോകളൊക്കെ പലതും ചെയ്യുമ്പോൾ പലരും ഈ സ്വന്തം വ്യൂസ് മാത്രമേ നോക്കത്തുള്ളൂ. തൻ്റെ വീഡിയോയുടെ റേഞ്ച് കൂട്ടുക എന്നുള്ളത്, അതിനുവേണ്ടി പലരെ പറ്റും പലതും പറയും. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കത് ബോധമുണ്ടാകും. അത് നല്ല കാര്യമാണ്. ശ്രീബുദ്ധന് മരത്തിൻ്റെ ചവിട്ടി നിന്നപ്പം ബോധോദയുണ്ടായി. ലൂട്ടന് ആപ്പിൾ വീണപ്പം ഒരു ഇത് കൊണ്ടാക്കി. അപ്പം ഫീക്കട്ടൈന് സ്വന്തം വീട്ടിലെ ഒരു വ്യക്തിക്ക് അത് പാനിക് അറ്റാക്ക് പോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ബോധോദയം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഒന്ന് വിളിപ്പിച്ചെടുക്കാം. കലശം നടക്കട്ടെ. കലശം എവിടം തൊട്ട് ആരൊക്കെ വീഴും, ആരൊക്കെ നിൽക്കും എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഞാനിതാ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ ഇതിനകത്ത് ഇടപെട്ടതെന്ന് മാത്രമാണ്. ഡോക്ടർ റോബിനുമായിട്ട് ബന്ധപ്പെട്ട
വിഷയങ്ങളുടെ സത്യങ്ങൾ ഇപ്പം തെളിയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് നിൽക്കാറേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇനിയും പല പല വീഡിയോകളും ഓഡിയോകളും ഒക്കെ വരാം. നാളെ ഇപ്പം നിൽക്കുന്നവർ നാളെ അപ്പുറത്തോട്ട് ചാടാം, അപ്പുറത്ത് നിൽക്കുന്നവർ ഇപ്പുറത്തോട്ട് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ഈ സാധാരണക്കാർ, നമ്മുടെ വീഡിയോ കാണുന്നവർ, സാധാരണക്കാരായ ജനങ്ങൾ, അമ്മമാരുണ്ട്, അവർക്കൊക്കെ നാളെ ഇതിങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെന്തും കേൾക്കാനും കാണാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുക. കേട്ടല്ലോ? അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പം നാളെ ഇന്ന് ഡോക്ടർ റോബിന് അനുകൂലമായി നിന്നവർ നാളെ അപ്പുറത്ത് പോയി അവർക്കും അനുകൂലമായി നിൽക്കാം, അല്ലേ? ഇതൊക്കെ ഒരു കളിയാണ് മക്കളെ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇതെല്ലാം നമുക്ക് കാണാൻ കാത്തിരുന്നു കേട്ടോ. നമുക്കും കാണാം, അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടേ ഇരിക്കുക. പ്രതികരിക്കേണ്ട സമയത്ത് നമുക്ക് പ്രതികരിക്കാം. ഓക്കെ, മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.